എനി ബേസ് സിസ്റ്റത്തിന് ഏതെങ്കിലും ഒരു ബേസ് ആർ സിസ്റ്റത്തിന് ഡെസിമലിലോട്ട് പൊസിഷണൽ വെയിറ്റ് മെത്തേഡ് വെച്ച് എങ്ങനെ സിംപ്ലിഫൈ ചെയ്യണമെന്ന് നോക്കി. ഇനി ഡെസിമലിനെ ഏതെങ്കിലും ബേസ് ആറിലോട്ട് കൺവേർട്ട് ചെയ്യാം. ബേസ് ആർ എന്ന് പറയുമ്പോൾ ഒക്ടൽ ആവാം, ബൈനറി ആവാം, ഹെക്സാ ഡെസിമൽ ആവാം. അപ്പം ഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ വേറെ ഏതെങ്കിലും ഒരു ബേസ് ആർ സിസ്റ്റത്തിലോട്ടുള്ള കൺവേർഷൻ ആണ് ഇനി നോക്കുന്നത്. അപ്പോൾ അതിന് കോമൺ ആയിട്ട് രണ്ട് മെത്തേഡാണ് ഉള്ളത്. ഡെസിമൽ നമ്പർ സിസ്റ്റത്തിന് ഒരു ബേസ് ആർ സിസ്റ്റത്തിലോട്ട് കൺവേർട്ട് ചെയ്യും. ഡബിൾ ഡാബിൾ മെത്തേഡും ഉണ്ട്, ഇൻഡയറക്റ്റ് മെത്തേഡും ഉണ്ട്. നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്ന ഡബിൾ ഡാബിൾ മെത്തേഡാണ്. ഒരു നമ്പർ സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻറ്റീജർ പാർട്ടും കാണും, ഫ്രാക്ഷണൽ പാർട്ടും കാണും. അപ്പോൾ ഇൻറ്റീജർ പാർട്ടിനെ നമ്മൾ ഡെസിമലിനെ ബേസ് ആറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രൊസീജിയറാണ് റിപ്പീറ്റഡ് ഡിവിഷൻ മെത്തേഡ്. ഫ്രാക്ഷണൽ പാർട്ടിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്. അപ്പോൾ എങ്ങനെ റിപ്പീറ്റഡ് ഡിവിഷൻ മെത്തേഡ് പെർഫോം ചെയ്യും, എങ്ങനെ റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ പെർഫോം ചെയ്യുന്നു, ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞുതരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 161.875 ടു ദ ബേസ് 10നെ നമ്മൾ എന്താണ് ഒരു ബേസ് 10, അതായത് ഒരു ഡെസിമൽ നമ്പർ സിസ്റ്റത്തിനെ ഒരു ബൈനറി സിസ്റ്റത്തിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഡെസിമൽ ടു ബേസ് ആർ കൺവേർഷൻ ആണ്. അപ്പം നമ്മൾ പറഞ്ഞു രണ്ട് രീതിയുണ്ട്. അതായത് 161.875 ഇൻറ്റിജർ പാർട്ടിനും സെപ്പറേറ്റ് ചെയ്യണം, ഫ്രാക്ഷണൽ പാർട്ടിനും സെപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ എന്തുണ്ട്? ഇൻറ്റിജർ പാർട്ടും ഉണ്ട്, ഫ്രാക്ഷണൽ പാർട്ടും ഉണ്ട്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഇൻറ്റിജർ പാർട്ടും ഇതെന്ന് പറയുന്നത് നമ്മുടെ ഫ്രാക്ഷണൽ പാർട്ടുമാണ്. അപ്പോൾ ഇൻറ്റിജർ പാർട്ട് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിപ്പീറ്റഡ് ഡിവിഷൻ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. റിപ്പീറ്റഡ് ഡിവിഷൻ മെത്തേഡ്. റിപ്പീറ്റഡ് ഡിവിഷൻ എങ്ങനെ പെർഫോം ചെയ്യും? 161 ഏതിലോട്ടാണോ കൺവേർട്ട് ചെയ്യണം അതിൻ്റെ ബേസ് എടുക്കുക. ഇവിടെ കൺവേർട്ട് ചെയ്യേണ്ടത് ബൈനറി ആണ്, അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് 2 ആണ്. അതുകൊണ്ട് നമ്മൾ റിപ്പീറ്റഡ് ഡിവിഷൻ പെർഫോം ചെയ്യണം. അപ്പോൾ 2ൽ 161 പ്രൈം ഫാക്ടറൈസേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ 2ന്റെ ടേബിളിൽ 16 എത്ര ടൈംസ് ആണ്? 8 ടൈംസ് 16, 1 പോകില്ല. അപ്പോൾ 0, റിമൈൻഡർ എന്ന് പറയുന്നത് 1 വരും. ഇനി അടുത്ത 80 എന്ന് പറയുമ്പോൾ 2ന്റെ ടേബിളിൽ 4 ടൈംസ് 8, 0, റിമൈൻഡർ 0 ആണ്. ദെൻ 40 അഗെയിൻ 20 ടൈംസ്, റിമൈൻഡർ 0. 2ന്റെ ടേബിൾ 20 എന്ന് പറയുന്നത് 10 ടൈംസ്, റിമൈൻഡർ 0. 2ന്റെ ടേബിൾ 10 എന്ന് പറയുന്നത് 5 ടൈംസ്, റിമൈൻഡർ 0. 2ന്റെ ടേബിൾ 5 പോകത്തില്ല, 4 പോകത്തുള്ളൂ. 4 എത്ര പ്രാവശ്യമാണ്? 2 പ്രാവശ്യം 4, റിമൈൻഡർ 1 വരും. 2ന്റെ ടേബിൾ 2 1 ടൈം, റിമൈൻഡർ 0. ഇനി നമ്മൾ എഴുതണം, ശ്രദ്ധിച്ചോളണം. താഴന്ന് മുകളിലോട്ടാണ് റിമൈൻഡേഴ്സ് എഴുതുന്നത്. താഴന്ന് മുകളിലോട്ട് റിമൈൻഡർ എഴുതുമ്പോൾ എങ്ങനെ വരും? 1 0 1 0 0 0 0 1 എന്ന് വരും. ഇതാണ് 161 ടു ദ ബേസ് 10ന്റെ ബൈനറി കൺവേർഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇവിടെ എന്ത് മാത്രമേ ആയുള്ളൂ? ഇൻറ്റിജർ പാർട്ട് മാത്രമേ ആയുള്ളൂ. ഇനി എനിക്കുണ്ട് ഫ്രാക്ഷണൽ പാർട്ട്. എൻ്റെ ഫ്രാക്ഷണൽ പാർട്ട് ഏതാ? 0.875 ആണ് ഫ്രാക്ഷണൽ പാർട്ട്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ. എന്താണ് റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ? അതായത് എനിക്ക് ഏത് ബേസിലോട്ടാണോ കൺവേർട്ട് ചെയ്യേണ്ടത് അത് വെച്ചിട്ട് റിപ്പീറ്റഡ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യും? ആദ്യം 0.875 ഇൻറ്റു 2 ചെയ്യണം. 0.875 ഇൻറ്റു 2 ചെയ്യുമ്പോൾ 1.75 എന്ന് കിട്ടും. ഇതിൽ നമ്മൾ ഇൻറ്റിജർ പാർട്ട് മാത്രമേ ചൂസ് ചെയ്യാവൂ. 1.75 ഇൻറ്റിജർ പാർട്ട് മാത്രം എടുത്ത് എഴുതുക 1. ഇനി അടുത്ത ബാക്കി ഫ്രാക്ഷണൽ പാർട്ട് ഉണ്ടല്ലോ, അതിന് എഗെയിൻ റിപ്പീറ്റഡ് ആയിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 0.75 ഇൻറ്റു 2 ചെയ്യണം. 0.75 ഇൻറ്റു 2 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1.5. ഇവിടെ നമ്മൾ ഇൻറ്റിജർ പാർട്ട് മാത്രം ചൂസ് ചെയ്യണം. ഇനി ഫ്രാക്ഷണൽ പാർട്ട് എടുത്ത് റിപ്പീറ്റഡ് മൾട്ടിപ്ലൈ ചെയ്യണം. 0.5 ഇൻറ്റു 2. 0.5 ഇൻറ്റു 2 ചെയ്യുന്ന സമയത്ത് 1.01 കിട്ടി. അപ്പോൾ ഇവിടെ ഇനി ഫ്രാക്ഷണൽ പാർട്ടിൽ ഒന്നുമില്ല. ഫ്രാക്ഷണൽ പാർട്ടിൽ എപ്പോഴാണോ 0 ആണെന്ന് അപ്പോൾ വെച്ചിട്ട് അത് നിർത്തുക. എന്നിട്ട് നമ്മൾ മുകളിൽ നിന്ന് താഴോട്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ 0.875ന്റെ കറസ്പോണ്ടിങ് ബൈനറി റെപ്രസെൻറ്റേഷൻ എന്താണ്? 111.11 ആണ്. ഇനി നമുക്കത് ഒരുമിച്ച് എഴുതാം. 161 ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി 0.875 കണ്ടുപിടിച്ചു. ഒരുമിച്ച് എഴുതുമ്പോൾ 101000001.111 എന്ന് കിട്ടും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? നമ്മളൊരു ഡെസിമൽ നമ്പർ സിസ്റ്റത്തിനെ ഏതെങ്കിലും ഒരു ബേസിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡബിൾ ഡാബിൾ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അതിൽ ഇൻറ്റിജർ പാർട്ടിന് റിപ്പീറ്റഡ് ഡിവിഷനും ഫ്രാക്ഷണൽ പാർട്ടിന് റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷനുമാണ്. ഇതാണ് പ്രൈം ഫാക്ടറൈസേഷൻ വെച്ചിട്ട് റിമൈൻഡർ കണ്ടുപിടിക്കുക. എന്നിട്ട് താഴേന്ന് മുകളിലോട്ട് എഴുതണം. ഇനി ഫ്രാക്ഷണൽ പാർട്ടിൽ നമ്മൾ 0.875 ആണ് ഫ്രാക്ഷണൽ പാർട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഏതിലോട്ടാണോ കൺവേർട്ട് ചെയ്യേണ്ടത് ആ ബേസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനൊരു ഇൻറ്റിജറും ഫ്രാക്ഷണൽ പാർട്ടും ഉണ്ട്. ഇൻറ്റിജർ മാത്രം ചൂസ് ചെയ്ത് മാറ്റി എഴുതി വെക്കുക. ഇനി അതിൻ്റെ ഫ്രാക്ഷണൽ
ഫ്രാക്ഷണൽ പാർട്ട് റിപ്പീറ്റഡ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. 0.75 ഇൻറ്റു 2 ചെയ്തപ്പോൾ 1.5. അതിൻ്റെ ഇൻറ്റീജർ പാർട്ട് 1 സെപ്പറേറ്റ് എഴുതി വെച്ചു. അതിൻ്റെ ഫ്രാക്ഷണൽ പാർട്ട് 0.5 റിപ്പീറ്റഡ് ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ വിധേയമാക്കി. ബാക്കി 1.0 കിട്ടി. ഈ 1 എടുത്ത് പ്രത്യേകം എഴുതി. ഇനി ഫ്രാക്ഷണൽ പാർട്ട് നോക്കിയപ്പോൾ അവിടെ 0 ആയി. ഫ്രാക്ഷണൽ പാർട്ട് എപ്പോൾ 0 അവിടെ വെച്ചിട്ട് റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് 0.111 എന്നാണ് കിട്ടിയത്. ഇതാണ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇനി അടുത്ത വേറൊരു എക്സാമ്പിൾ നോക്കാം. വേറെ ഒരു എക്സാമ്പിൾ എന്ന് പറയുമ്പം 382.40625. നമുക്ക് ഏതിലോട്ടാണ് കണ്ടുപിടിക്കുക? ഡെസിമലിനെ ഒക്ടലാക്കണം അല്ലേ? അപ്പം 382 അതാണ് നമ്മുടെ ഇൻഡിജർ പാർട്ട്. ഇൻഡിജർ പാർട്ട് റിപ്പീറ്റഡ് ഡിവിഷൻ ആണ്. ഏതിലോട്ടാണോ കൺവേർട്ട് ചെയ്യേണ്ടത് ആ ബേസ് വെച്ചിട്ടാണ് റിപ്പീറ്റഡ് ഡിവിഷൻ പെർഫോം ചെയ്യേണ്ടത്. ഒക്ടലിലോട്ട്. അപ്പം ബേസ് 8. അപ്പോൾ 8ന്റെ ടേബിളിൽ 38 പോവോ? 4 ടൈംസ് 32 പോവും അല്ലേ? റിമൈൻഡർ 6. 62 എന്ന് പറയുമ്പോൾ 7 ടൈംസ്, ബാക്കി റിമൈൻഡർ 6. അടുത്തത് 8ന്റെ ടേബിളിൽ 47 പോകത്തില്ല, 40 പോവും. 5 ടൈംസ് 40, റിമൈൻഡർ 7. ഇത് നമ്മൾ താഴെ നിന്ന് മുകളിലോട്ട് എഴുതാം. അപ്പോൾ ഏതാണ് ഓർഡർ? റിമൈൻഡേഴ്സ് മാത്രം എഴുതുക, താഴെ നിന്ന് മുകളിലോട്ട്. അപ്പോൾ 576 എന്ന് കിട്ടും. അപ്പോൾ 382ന്റെ കറസ്പോണ്ടിങ് കൺവേർഷൻ 576 ആണ്. ഇനി നമുക്ക് എന്താണ് ഫ്രാക്ഷണൽ പാർട്ട് ഉണ്ടല്ലേ? അപ്പോൾ ഫ്രാക്ഷണൽ പാർട്ട് എന്താണ്? 0.40625 ആണ്. ഇതിനെ റിപ്പീറ്റഡ് ഡിവിഷൻ ചെയ്യുക. റിപ്പീറ്റഡ് ഡിവിഷൻ ചെയ്യുമ്പോൾ ഏതിലോട്ടാണോ കൺവേർട്ട് ചെയ്യേണ്ടത് ആ ബേസ് 8 വെച്ചിട്ടാണ് റിപ്പീറ്റഡ് ഡിവിഷൻ പെർഫോം ചെയ്യേണ്ടത്. അപ്പോൾ 0.40625 ഇൻറ്റു 8 ചെയ്യുന്ന സമയത്ത് 3.25 എന്ന് കിട്ടും. അതിലെ ഇൻഡിജർ പാർട്ട് മാത്രം എടുത്ത് സെപ്പറേറ്റ് എഴുതി. ഫ്രാക്ഷണൽ പാർട്ട് റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷന് വിധേയമാകും. അപ്പോൾ 0.25 ഇൻറ്റു 8 ചെയ്യുമ്പോൾ 2.0. അതിൻ്റെ ഇൻഡിജർ പാർട്ട് എഴുതി. ഫ്രാക്ഷണൽ പാർട്ട് നോക്കിയപ്പോൾ 0 ആയി. 0 ആയി കഴിഞ്ഞാൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. ഇനി മുകളിൽ നിന്ന് താഴോട്ട് എടുക്കുക. 32. അപ്പോൾ 0.40625ന്റെ കറസ്പോണ്ടിങ് ബൈനറി റെപ്രസെൻറ്റേഷൻ 0.32 ആണ്. ഇനി നമുക്ക് ഒരുമിച്ച് എഴുതാമല്ലോ. 382.40625 എന്ന് പറയുമ്പോൾ 576.32 എന്ന് കിട്ടും. അപ്പം ബാക്കി റിമൈനിങ് പോർഷൻസ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.